എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ രാത്രി ഡിന്നറിനൊക്കെ നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റിയ ഒരു സൂപ്പർ കോംബോ ആണ് കേട്ടോ. അതുപോലെ തന്നെ എന്തെങ്കിലും സൽക്കാരങ്ങളൊക്കെ നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റിയ 2 റെസിപ്പീസ് ആണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒരു 1/3 കപ്പ് അളവിൽ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. കറക്റ്റ് 1/3 കപ്പ് എന്ന് പറയുമ്പം 5 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ. നമ്മൾ സാധാരണ അളവെടുക്കുന്ന ഒരു കുഴിയുള്ള വലിയ ടേബിൾ സ്പൂൺ ഇല്ലേ, ആ ഒരു ടേബിൾ സ്പൂണിലാണ് കേട്ടോ 5 ടേബിൾ സ്പൂൺ. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത്, ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് ചൂട് കൂടിയും പോകരുത്. ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കൂടാതെ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഈസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഈ ഒരു മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുത്തിട്ട് ഒരു 7-8 മിനിറ്റോളം നമുക്ക് ഇങ്ങനെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ആ ഒരു ഈസ്റ്റ് ഒന്ന് ആക്റ്റീവായി വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കണ്ടില്ല, ഏകദേശം ഒരു 7-8 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് കണ്ടില്ല, ഈസ്റ്റ് നന്നായിട്ട് നമുക്ക് ഇവിടെ ആക്റ്റീവായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 250 ml ഈ ഒരു കപ്പിൽ ഇതുപോലെ കറക്റ്റ് വടിച്ച് 2 കപ്പ് അളവിൽ മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. 2 കപ്പ് അളവിൽ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ ഒന്നെങ്കിൽ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇത് നമ്മൾ കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്കിത് കുഴച്ചിട്ട് എടുക്കേണ്ടത് പാലിലാണ്. പാലും ഇളം ചൂടുള്ള പാലാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത്രയും പാലിന്റെ ആവശ്യം നമുക്ക് വരില്ല. കുഴച്ചെടുത്തതിന് ശേഷം ഞാൻ പറയാട്ടോ എനിക്ക് എത്രത്തോളം പാൽ ആവശ്യമായിട്ട് വന്നെന്ന്. അപ്പോൾ ഇതുപോലെ കുറച്ച് ഇളം ചൂടുള്ള പാലൊഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നല്ല സോഫ്റ്റാക്കി ഈ ഒരു മാവൊന്ന് കുഴച്ചിട്ടെടുക്കുക. നല്ല സോഫ്റ്റാക്കി വേണം നമ്മൾ ഈ ഒരു മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഒരുപാട് ഓവർ സോഫ്റ്റ് ആയി പോകരുത്. അങ്ങനെ വന്നാൽ നമുക്കിത് പരത്തിയെടുക്കാനൊക്കെ പ്രയാസമാകും. അത്യാവശ്യം നല്ല സോഫ്റ്റ് ആക്കി തന്നെ ഈ ഒരു മാവ് നമ്മളൊന്ന് കുഴച്ചിട്ടെടുക്കുക. കുഴക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ ഇതുപോലെ ആക്കിയിട്ട് നമ്മളൊന്ന് കുഴച്ചിട്ടെടുത്താൽ മതി. അപ്പോൾ ഇതാണല്ലേ, കുറച്ച് പാലൊഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു പരുവത്തിന് നല്ല സോഫ്റ്റ് ആക്കി ഞാൻ മാവൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് കുഴക്കാനായിട്ട് ഞാൻ 1/2 കപ്പ് അളവിൽ ഇളം ചൂടുള്ള പാലാണ് എടുത്തത്. അത്രയും പാൽ എനിക്ക് ആവശ്യം വന്നിട്ടില്ല. ഇതുപോലെ കുറച്ച് പാൽ ഇവിടെ മിച്ചം വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു മാവ് അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിന്റെ മുകളിലും ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതുപോലെ ഒരു ക്ലിംഗ് റാപ്പ് വെച്ച് കവർ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണി നനച്ചിട്ട് നന്നായി പിഴിഞ്ഞതിന് ശേഷം അതുകൊണ്ട് കവർ ചെയ്ത് കൊടുത്താലും മതി. ഇങ്ങനെ കവർ ചെയ്ത് ഈ ഒരു മാവ് നല്ല ഡബിളായി കിട്ടുന്ന വരെ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. ടൈം നമുക്ക് കറക്റ്റ് പറയാൻ പറ്റത്തില്ല. നല്ല ചൂടുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ അത്യാവശ്യം 1 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് മാവ് നന്നായിട്ട് പൊങ്ങി വരും. ഇനി അഥവാ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളാണെങ്കിൽ കുറച്ച് സമയം കൂടുതൽ എടുത്തുനിന്ന് വരിക്കും. ഈ ഒരു മാവ് നല്ല ഡബിളായിട്ട് പൊങ്ങി വരുന്ന ഒരു സമയത്ത് നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ പാസ്ലി ലീവ്സ് ആണ്. ഇതിപ്പോൾ നമുക്ക് കിട്ടാനില്ലെങ്കിൽ അതിന് പകരം നമുക്ക് മല്ലിയില വേണമെങ്കിലും എടുക്കാം. ഇതിന്റെ ആ ഒരു തണ്ട് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇല മാത്രം നമുക്ക് തിരപ്പൊടിയായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ടെടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ തിരപ്പൊടിയായിട്ട് ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ ഇതുപോലെ ചില്ലി ഫ്ലേക്സ് വറ്റൽമുളക് പൊടിച്ചതാണ്, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പില്ലാത്ത ബട്ടറാണ്. റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ലേ, എനിക്കിപ്പോൾ ഇവിടെ ഒരു 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ ഒരു മാവ് നല്ല ഡബിളായിട്ട് ഇതുപോലെ പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു മാവിന് നമ്മളിട്ട് കൈകൊണ്ട് ഒരുപാട് കുഴക്കൊന്നും ചെയ്യരുത്. ഈ ഒരു മാവ് ഇതുപോലെ എടുത്തിട്ട് നമുക്ക് 2ആയിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഒരു പീസ് ഏകദേശം ഒരേ അളവിൽ ഇതുപോലെ 3ആയിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഇതുപോലെ ബോൾ പരുവത്തിൽ നമ്മളൊന്ന് ഉരുട്ടി വെക്കുക. ഏത് പാത്രത്തിലാണോ നമ്മൾ ഇതുപോലെ ഉരുട്ടി വെക്കുന്നത് ആ ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ ഒരു മാവും ഇതുപോലെ 3 എണ്ണമായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ല, 6 എണ്ണം ഞാൻ ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ പരത്താൻ എടുക്കുന്ന മാവ് ഒഴിച്ച് ബാക്കി നമ്മൾ ഇതുപോലെ കവർ ചെയ്ത് തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു മാവിരുന്നങ്ങ് ഉണങ്ങിപ്പോവും. ഇനി ഒരു കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ഒരു ചപ്പാത്തി പലക്കലോ കുറച്ച് മൈദ ഇതുപോലെ ഒന്ന് തൂക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു മാവ് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടൊന്ന് പരത്തിയിട്ടെടുക്കാം. പരത്തിയെടുക്കുന്ന സമയത്ത് ഒരുപാട് തീരെ നൈസായിട്ട് പരത്തിയിട്ടെടുക്കരുത്. ചെറിയൊരു കട്ടിക്ക് തന്നെ വേണം കേട്ടോ നമ്മളിത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് പൊടിയിട്ട് കൊടുത്തിട്ട് നമുക്കിത് റൗണ്ട് ആക്കി അത്യാവശ്യം ഒരു കട്ടിക്ക് വേണം കേട്ടോ നമ്മൾ ഇതുപോലെ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടില്ലേ, ഈ ഒരു കട്ടി ഉണ്ടായിരിക്കണം നമ്മളിത് പരത്തിയെടുക്കുന്ന സമയത്ത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് എല്ലാം തന്നെ ഒന്ന് പരത്തിയിട്ടെടുക്കാം കേട്ടോ. പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലൊരു പാനിലേക്ക് ഇതിട്ട് കൊടുക്കാം.
പാൻ അത്യാവശ്യം നല്ല ചൂട് വേണം കേട്ടോ. ഒരു മീഡിയം ചൂടായിട്ട് കിടക്കുന്ന പാനിലേക്ക് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ വേണ്ടി. ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നമ്മളിത് കുക്ക് ചെയ്തിട്ട് എടുക്കുക. അതുപോലെ തന്നെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ഒട്ടും തന്നെ ഓയിലൊന്നും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കരുത്. ഒട്ടും ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാതെ വേണം നമ്മൾ കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് പൊങ്ങി വരാൻ തുടങ്ങുമ്പോഴത്തേക്കും ഇതുപോലെ നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ഇത് കണ്ടില്ല, ഇതുപോലെ നന്നായിട്ട് ഇതിങ്ങനെ പൊങ്ങി വരും. ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വന്നതിന് ശേഷം വീണ്ടും നമ്മൾ 2-3 തവണ തിരിച്ച് മറിച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്യണം കേട്ടോ. കാരണം നമ്മളിത് കുറച്ച് കട്ടിക്കല്ല പരത്തിയത്, അപ്പോൾ ഉള്ളും നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടണം. ഇതുപോലെ നന്നായി കുക്കായി വന്നാൽ ഈ ഒരു ചൂട് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു പാഴ്സലി ലീവ്സിൻ്റെയും ആ ഒരു ബട്ടറിൻ്റെ ഒക്കെ ഒരു മിക്സിൽ ഇതിലേക്ക് കുറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. 2 സൈഡിലും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ നമ്മൾ ഈ ഒരു മിക്സ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് വെറുതെ തുറന്നു വെക്കരുത്. ഒരു കിച്ചൺ ടൗളിൽ വെച്ചിട്ട് നമ്മളിത് കവർ ചെയ്ത് വെക്കണം. എങ്കിലാണിത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ടർക്കിഷ് ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ കറിയായിട്ട് ഒരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 2-2.5 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 2 ഏലക്കായും അതുപോലെ തന്നെ ഒരു 2 ഗ്രാമും ചെറിയ 2 കഷ്ണം കറുവപ്പട്ടയാണിത്, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ടെടുക്കുക. അപ്പോൾ ഇതുപോലെ ഇളക്കിയെടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 മീഡിയം വലിപ്പമുള്ള സവാള ഇതുപോലെ ചെറിയതാക്കി കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് ഈ ഒരു സവാളയൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് സവാള ഈ ഒരു പരുവത്തിൽ നിന്ന് വഴണ്ടി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇതൊരു 3 പച്ചമുളക് കട്ട് ചെയ്തെടുത്തതാണ്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ടെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചച്ചൊവ മാറി വരുന്ന സമയത്ത് 2 തണ്ട് കറിവേപ്പിലയും ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം വലിപ്പമുള്ള നല്ല പഴുത്ത തക്കാളി ഇതുപോലെ ചെറിയതാക്കി കട്ട് ചെയ്തെടുത്തതാണ്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ടെടുക്കുക. തക്കാളിയും ചേർത്ത് കൊടുത്ത് കുറച്ച് സമയം നമ്മൾ ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും തക്കാളി നമുക്ക് നന്നായിട്ട് ഇതുപോലെ അവിഞ്ഞ് കിട്ടും. അപ്പോൾ ഇതുണ്ടല്ലോ, ഈ ഒരു പരുവത്തിന് തക്കാളി നന്നായിട്ട് വഴണ്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ ചിക്കൻ മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കിയിട്ട് എടുക്കുക. പൊടികളുടെ പച്ചച്ചുവ മാറി വരുന്ന സമയത്ത് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 500 ഗ്രാം, അതായത് 1/2 കിലോ അളവിൽ എല്ലില്ലാത്ത ചിക്കനാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ബോൺലെസ് ചിക്കനാണ്. നിങ്ങൾക്ക് എല്ലോട് കൂടിയിട്ടുള്ള 1/2 കിലോ ചിക്കൻ വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് ഒരു 3-4 മിനിറ്റോളം നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കിയിട്ടെടുക്കണം കേട്ടോ. ഈ ഒരു ചിക്കനും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു 3-4 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് ഈ ചിക്കനും ചേർത്തൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കിയെടുത്ത് മൂടി വെച്ചൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ഇത് നന്നായി കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം നമ്മളിത് വേവിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 10-15 മിനിറ്റോളം തന്നെ നമ്മൾ ഇതുപോലെ അടച്ചു വെച്ച് കൊടുത്തൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. അത്രയും സമയം നമ്മൾ തുടർച്ചയായിട്ട് വെച്ച് കൊടുക്കാനും പാടില്ല. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതുപോലെ ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഇത് കണ്ടില്ല, ചിക്കനിൽ തന്നെ വീണ്ടും അത്യാവശ്യം കുറച്ചും കൂടി വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. വീണ്ടും അടച്ചു വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു ചിക്കൻ ഇവിടെ നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിൽ ബാക്കിയുള്ള ഒരു വെള്ളമൊക്കെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടൊന്ന് വറ്റിച്ചിട്ടെടുക്കുക. ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ആ ഒരു വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് വറ്റി ആ ഒരു ചിക്കന് നന്നായിട്ട് പൂർണ്ണമായി വെന്ത് വന്നതിന് ശേഷം മാത്രം ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാലാണ് കേട്ടോ ഇതുപോലെ ഒഴിച്ചു കൊടുക്കേണ്ടത്. നല്ല കട്ടി തേങ്ങാപ്പാൽ തന്നെ വേണം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. നല്ല കട്ടി തേങ്ങാപ്പാൽ ഏകദേശം ഒരു 1.25 കപ്പോളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 300 ml കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നല്ല കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇത് തിളപ്പിക്കരുത്. നന്നായിട്ട് നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്തത് ചൂടാക്കി എടുക്കാവൂ മാത്രമേ ചെയ്യാവുള്ളൂ. അത്യാവശ്യം ആ ഒരു ഗ്രേവി ഒന്ന് തിക്കായിട്ട് വരണം. തിളപ്പിച്ചാൽ കറി അങ്ങ് പിരിഞ്ഞു പോകും. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഇതിൻ്റെ ഒരു എരിവൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് കുറച്ച് കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തിളച്ച് പോവാതെ ഇതുപോലെ കുറച്ച് സമയം നമ്മളൊന്ന് ഇളക്കി കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ഗ്രേവി അത്യാവശ്യം നമുക്കൊന്ന് തിക്കായിട്ട് വരും. ഈ ഒരു പരുവായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാപ്പാലിൽ ചെയ്തിട്ട് എടുത്തിരിക്കുന്ന ഒരു ചിക്കൻ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് രണ്ടും നല്ലൊരു സൂപ്പർ കോംബോ ആണ് കേട്ടോ. ഇതാണെങ്കിലും കണ്ടില്ല, നല്ല സൂപ്പർ സോഫ്റ്റ് ആണ് കേട്ടോ. അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടർക്കിഷ് ബ്രെഡാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇടയ്ക്കൊക്കെ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ രാത്രി ഡിന്നറിനും സൽക്കാരങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കൊരു സ്പെഷ്യലായിട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റിയ ഒരു സൂപ്പർ ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട്
നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ആ ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.